ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബീരാനിക്ക ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാട്ടോ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഈ രവീന്ദ്രനും കുടുംബവും എല്ലാം കൂടി ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നല്ലോ ഈശ്വര. ഇവരെ ഓടിച്ചു വിടാനും പറ്റുന്നില്ല. ദൈവമേ, ആ പെണ്ണിനെ വിളിച്ചിട്ടാണെങ്കിലേ ഒരു രക്ഷയില്ലല്ലോ ഈശ്വര. ഈ ശ്രുതി എന്താ ഇങ്ങനെ ഫോൺ എടുക്കാത്തത്? ഈശ്വര, ഫോൺ എടുത്തെങ്കിൽ കാര്യമെങ്കിലും ഒന്ന് പറയായിരുന്നല്ലോ ദൈവമേ എന്നും പറഞ്ഞ് അയാളിങ്ങനെ ഓടിക്കോണം നടക്കാട്ടോ. ആ സമയത്ത് നമ്മുടെ സച്ചിയും ശ്രീകാന്തും രവിയും കൂടെ സുധിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ച് കിടക്കാട്ടോ. സുധിയും കൂടെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമായിരുന്നു എന്ന്. അങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് ആഹാരം കഴിക്കട്ടെ നമ്മുടെ സുധി. അച്ഛാ, നമ്മൾ അവനെ തേടി നടക്കുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അവൻ എവിടെയാന്ന് അങ്ങോട്ട് നോക്കിക്കേ. അങ്ങനെ എല്ലാവരും നോക്കുമ്പോഴത്തേക്കും ഒറ്റയ്ക്ക് പോയിരുന്ന് രസവടയും ദോശയും ഒക്കെ വീണ്ടും വീണ്ടും വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ തന്നെ സച്ചി പറയാം, കണ്ടില്ലേ അച്ഛാ, അവനെ ആഹാരം കണ്ടു കഴിഞ്ഞാൽ ഭാര്യയെന്നോ വീട്ടുകാരെന്നോ എന്തെങ്കിലും അവന് ചിന്തയുണ്ടോ, അച്ഛനെന്നോ അമ്മയെന്നോ, അപ്പോഴവൻ ആഹാരത്തിന് മുന്നിൽ ചാടി വീഴും. കണ്ടില്ലേ ഒറ്റയ്ക്ക് പോയി നിന്ന് കഴിക്കുന്നത്. അത് ശരിയാ, വാ നമുക്കും കൂടെ പോയി കഴിക്കാം. അങ്ങനെ ഇവർ അവിടെ ചെന്ന് കഴിക്കുമ്പോൾ സുധീനെ കുറേ കളിയാക്കുന്നുണ്ട് കേട്ടോ. സച്ചിയടാ, നീ ഒറ്റയ്ക്ക് വന്നിരുന്ന് തട്ടി വിഴുങ്ങാണല്ലേ, ഞങ്ങളെയൊന്നും വിളിക്കണമെന്ന് എനിക്കില്ല അല്ലേ? പണ്ടേ ഇങ്ങനെ തന്നെയല്ലാടാ, വീട്ടിലാണെങ്കിലും ഇങ്ങനെയാണല്ലോ, ആഹാരം കണ്ട് നിനക്ക് എന്താ ഇത്ര ആർത്തി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണം കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ രേവതിയും എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കാം, അവർ പെണ്ണുങ്ങളെല്ലാം കൊണ്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും കൂട്ടി ഇങ്ങനെ നടക്കാം കേട്ടോ. ശ്രുതിയെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് അങ്ങോട്ട്. വർഷയും കൂട്ടിയിട്ടാണ് നടക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ബീരാനിക്ക് എൻ്റെ ഫോൺ വരുന്നത് കേട്ടോ ശ്രുതിക്ക്. ശ്രുതിയാണെങ്കിൽ ആ ഫോൺ നോക്കുമ്പോൾ വീണ്ടും എന്തിനാണ് ഈ ബീരാനിക്ക് ഇങ്ങനെ വിളിക്കുന്നത്, ശല്യം, എന്തായാലും എടുത്തേക്കാം, ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുമെന്നും പറഞ്ഞ് മാറി നിന്ന് ആ ഫോൺ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങാം കേട്ടോ ഫോണിൽ. അപ്പോഴാണ് ബീരാനിക്ക് ചോദിക്കുന്നത്, അതെ ശ്രുതി, നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. അയ്യോ, എനിക്ക് ഭയങ്കര തിരക്കാണ്, നിങ്ങളൊന്ന് ഫോൺ വെച്ചിട്ട് പോകാമോ? ഞാൻ ഇവിടെ ഒരു കല്യാണ മണ്ഡപത്തിൽ ഒരു കല്യാണ പെണ്ണിനെ മേക്കപ്പ് ചെയ്യണ ജോലിയിലാണ്. ഏത് കല്യാണ മണ്ഡപത്തിലെ? കല്യാണ മണ്ഡപത്തിൻ്റെ പേരങ്ങോട്ട് ശ്രുതി പറയണതും ബീരാനിക്ക് ആകെ ഞെട്ടി വിറയ്ക്കുക കേട്ടോ. അയ്യോ, നീ അവിടെ തന്നെ ഉണ്ടോ? എന്നാൽ ആ മണ്ഡപത്തിൽ തന്നെ ഞാനും ഉണ്ട്. നിങ്ങളെന്തിനാണ് ഇവിടെ വന്നത്? ദൈവമേ, ഇവിടെ എൻ്റെ വീട്ടുകാരും ഭർത്താവും എല്ലാവരും ഇവിടെയുണ്ട്, നിങ്ങളെന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അയ്യോ എൻ്റെ പൊന്നു. അപ്പോഴാണ് നമ്മുടെ രേവതി അങ്ങോട്ട് വരുന്ന കേട്ടോ. രേവതിയെ കാണുന്നതും പതിയെ നമ്മളെ ശ്രുതി ഫോണും കൊണ്ട് അങ്ങോട്ട് മാറിപ്പോവാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, നീ ഒരു കാര്യം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങരുത്, നിങ്ങൾ അവിടെ നിന്ന് എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിൽക്കുക, ഇങ്ങോട്ടൊന്നും നിങ്ങൾ വരണ്ട കേട്ടോ, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ബീരാനിക്കയുടെ അടുത്തേക്ക് ശ്രുതി അങ്ങോട്ട് ചെല്ലാണ്. ഈ സമയത്ത് നമ്മുടെ രേവതിയാണ് ഈ കല്യാണ പെണ്ണിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി നിനക്ക് ഇത്ര ടെൻഷൻ? അല്ല അതെ, ഒന്നുമില്ല, അതിപ്പം മേക്കപ്പൊക്കെ ഇടുന്നതിൻ്റെ ആ ഒരു ടെൻഷനില്ല, അതിനിപ്പോൾ ഒരുക്കി കഴിഞ്ഞില്ലേ, പിന്നെന്താ? അല്ലല്ല, എനിക്കൊരു ടെൻഷനില്ല, ഞാനിപ്പോൾ വരാവേ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോവാട്ടോ. രേവതി കല്യാണ പെണ്ണിനോട് സംസാരിച്ചൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ബീരാനിക്കയെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. ഇതിനിടയ്ക്ക് പലതവണ ബീരാനിക്ക പല അബദ്ധത്തിലും പെടുന്നുണ്ട് കേട്ടോ. ഇവരുടെ മുന്നിലേക്ക് ചെന്ന് ചാടുന്നുണ്ട്. അപ്പോൾ ഇവരാരെയും കാണാതിരിക്കാൻ വേണ്ടി ഭക്ഷണശാലയ്ക്കകത്തേനെ നിൽക്കാമെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. ഈ സമയത്താണ് സാമ്പാറും രസവടയും ഒക്കെ ചോദിച്ചിട്ട് സച്ചിയൊക്കെ അവിടെ ഇരുന്ന് ചോദിക്കുക കേട്ടോ. ഇയാളത് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ ഇവരുടെ മുന്നിൽ കൂടെ എങ്ങനെ കൊണ്ടുപോകാൻ, ആകെ പേടിച്ച് വിറയ്ക്കാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഇങ്ങേരെ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? എത്രയും വേഗം നിങ്ങൾ ഇവിടുന്ന് സ്ഥലം വിട്ടോളാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ബീരാനിക്ക പറയാം, എടി കൊച്ചേ, നീ ഒന്നും മിണ്ടാതിരിക്കുക, നീ പറയുമ്പോൾ സ്ഥലം വിടാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, നീ പറയണ കേട്ട് എൻ്റെ ജീവിതം ഇതുപോലെ ഇനി എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതേ കല്യാണത്തിന് നിസ്സാരം പോലെ എനിക്ക് ഓടി തള്ളാൻ പറ്റത്തില്ല. ഇതെൻ്റെ പെങ്ങളുടെ മോൻ്റെ കല്യാണമാണ്, എല്ലാത്തിനും നോക്കി നടത്തേണ്ടത് എൻ്റെ കടമയാണ്, ഞാനാണ് ഓടി ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്, അത് ഇട്ടിട്ട് പോകാണെന്ന് എനിക്ക് പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ സ്വന്തക്കാരൊക്കെ ഇവിടെ വന്ന് നിൽപ്പുണ്ടല്ലോ, അവരെയൊക്കെ പറഞ്ഞു വിട്. അയ്യോ, അതൊന്നും നടക്കുന്ന കാര്യമില്ല, അവിടെ അങ്കിളിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണമായത്, അപ്പോൾ പിന്നെ അവർ എങ്ങനെ എനിക്ക് ഓടിച്ചു വിടാൻ പറ്റത്തില്ല. ബീരാനിക്ക എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ, നിന്നെ സഹായിച്ച് ഞാൻ ഈ ഗതി വരെ എത്തി, ഈ കല്യാണം കൂടാൻ പറ്റില്ലേ ഭഗവാനെ, എൻ്റെ സ്വപ്നമാണ്, എൻ്റെ മോനെ പോലെ ഞാൻ അവനെ വളർത്തുന്നത്, അവൻ്റെ കല്യാണം എനിക്ക് കാണണ്ടേ എന്ന് അയാൾ പറയാട്ടോ. അവസാനം അയാൾ എന്ത് തന്നെ ആയാലും അവിടുന്ന് പോവില്ല എന്ന് അറിയുമ്പോഴത്തേക്കും ശ്രുതി അവസാനത്തെ അടവെടുക്കാട്ടോ. അതെ, ഇവിടെ വെച്ചെങ്ങാനും നിങ്ങളെ സച്ചി കണ്ടാലേ ചോദ്യശരങ്ങളായിട്ട് വരും, അറിയാലോ സച്ചിയുടെ സ്വഭാവം. പിന്നെ ഒന്നായി രണ്ടായി സച്ചിയുടെ രീതികളൊക്കെ മാറും, വെറുതെ പിടിക്കപ്പെടാതിരിക്കുന്നത് നല്ലതെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ വെച്ച് പേടിപ്പിക്കുക കേട്ടോ. ബീരാനിക്ക് അതിലൊന്ന് വീഴുന്നുണ്ട്, അതും ശരിയാണ്, സച്ചിയുടെ മുന്നിൽ പെട്ടുപോയ പോക്കാണ്. അപ്പോൾ ദേവി ഇത് ബീരാനിക്ക ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കുക, നിങ്ങളെ ഈ മണ്ഡപം വിട്ടൊന്നും പോകണ്ട, കല്യാണം വേണമെങ്കിൽ ഞാൻ വീഡിയോ കോളിൽ എടുത്ത് കാണിച്ചു തരാം, അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് എടുത്തിട്ട് തരാം. ദേ കൊച്ചേ, മിണ്ടാതിരുന്നോ, ഇത് നിസ്സാരം പോലെ പറയുന്നതെന്ന് കണ്ടില്ലേ,
എനിക്ക് വേണ്ടി പ്ലീസ്, നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞു പോകും. നിങ്ങളെ പിടിക്കപ്പെട്ടാൽ ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്താവും. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ദയവ് ചെയ്തെന്ന് പറഞ്ഞ് കാലിൽ പിടിക്കുക കേട്ടോ. അങ്ങനെ കാലിലും കൂടെ പിടിക്കുന്ന കഴിയുമ്പോൾ ബീരാനിക്ക പാവം അയാൾ പറയുന്നുണ്ട്, ശരി ഞാനൊന്ന് നോക്കട്ടെ, തൽക്കാലം നിങ്ങൾ ഈ മണ്ഡപത്തിൽ നിന്ന് പോകണ്ട, ആ പാചകശാലയില്ലേ അതിനകത്തോട്ടേക്ക് കയറി ഒളിച്ച് നിൽക്കുക. ശരി, അങ്ങനെ ഇങ്ങനെ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങോട്ട് പോവാട്ടോ. അങ്ങനെ ശ്രുതി അവിടെ നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ രേവതി ചോദിക്കണം, നീ എങ്ങോട്ട് പോയതാ? ശ്രുതിയും വർഷയും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? നിങ്ങൾ പോയി കഴിച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളാം, നമുക്ക് ഒരുമിച്ചിരിക്കാം. അത് വേണ്ട, എനിക്ക് വേറെ ഒരു അല്പ തിരക്കുണ്ട്. ബ്യൂട്ടീഷ്യൻ പരിപാടിയെല്ലാം അവിടെ കഴിഞ്ഞില്ലേ, പിന്നെന്താ തിരക്ക്? അല്ല അതെ, എനിക്ക് വേറെ 1-2 കാര്യങ്ങളുണ്ട്, നിങ്ങൾ പോയിക്കോ എന്നും പറയാട്ടോ. അങ്ങനെ അവർക്ക് ഒരു ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. അപ്പോൾ വർഷയും രേവതിയും കൊണ്ട് പരസ്പരം പറയുകയാണ്, ഇവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, ഇവൾ ആകെ പരവശമായിട്ട് നടക്കുന്നല്ലോ, എന്തോ കുഴപ്പമുണ്ട്. അതെ, കണ്ടുപിടിക്കണമല്ലോ എന്നും അവർ വിചാരിക്കുക കേട്ടോ. അത് കഴിഞ്ഞാണെങ്കിൽ ചന്ദ്ര അങ്ങോട്ട് വരുവാട്ടോ. അപ്പോൾ ചന്ദ്രയുടെ അടുത്താണെങ്കിൽ നമ്മൾ വർഷ പോയി പറയാണ്, ആൻറ്റി എന്ത് സുന്ദരിയാണ് കാണാൻ, ഒരു പച്ച സാരിയിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആണോ? ആൻറ്റിക്ക് ഞാൻ 1-2 ഫോട്ടോസ് എടുത്തിരാന്ന് പറഞ്ഞ് ചന്ദ്രയെ മാറ്റി നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് അപ്പോഴാണ് ശ്രുതി അതിലേ പോകുന്നത് കേട്ടോ. ഉടനെ ചന്ദ്ര ശ്രുതിയെ വിളിക്കുക. എന്നിട്ട് ശ്രുതിയും ചന്ദ്രയും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കും. എല്ലാം വർഷം ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുക കേട്ടോ. ആ ദൂരെ നമ്മുടെ രേവതി കണ്ടുകൊണ്ട് വരുവാണ്. കാണുമ്പോൾ തന്നെ രേവതിക്ക് മനസ്സിനൊരു സങ്കടമാവുന്നുണ്ട്. കാരണം 2 മരുമക്കളും ഉണ്ടല്ലോ, അവരെ വിളിച്ച് നിർത്തി ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രേവതി ഒറ്റപ്പെട്ട് മാറി നിൽക്കാൻ കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.